ആ അതെ, നെയ്മർ എന്തായാലും തിരിച്ചു വരും. പിന്നെ നമുക്ക് അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാല് സംഭവം ചിലർക്കൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും അതൊരു വാസ്തവമാണ്. സംഭവം എന്ന് പറഞ്ഞാല് ഈ ഒരു ലൂക്ക മോഡ്രിച്ചിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ ലൂക്ക മോഡ്രിച്ച് ഇപ്പൊ ചിലവരൊക്കെ പറയും ലൂക്ക മോഡ്രിച്ച് ഇപ്പോഴും ഭയങ്കര ബെസ്റ്റ് പ്ലെയർ ആണ്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴും അവന്റെ കളിയൊക്കെ നിലനിൽക്കണമെന്ന് പറയും. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ലൂക്ക മോഡ്രിച്ചിന്റെ കാലം കഴിഞ്ഞ്, അവനക്ക് 38 വയസ്സായി, അവന്റെ ടച്ചൊക്കെ പോയിക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. കാരണം ഒന്നാമത് അവനക്ക് പ്ലേയിങ് ടൈം കിട്ടണില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന പ്ലേയിങ് ടൈമിൽ അവനക്ക് ആ ഒരു സംഭവം അവനക്ക് കാഴ്ച വെക്കാൻ പറ്റും. പണ്ടത്തെ ആ ഒരു ടച്ച് വിട്ടു പോയിക്കണം. അതുകൊണ്ട് തന്നെയാണ് ആൻസലോട്ടി അവനക്ക് വേണ്ടിയ അവസരങ്ങൾ കൊടുക്കാത്ത അവനെ ബെഞ്ചിൽ ഇരുത്തുന്നത്. കാരണം ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടി. കാരണം ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ സ്ക്വാഡിൽ പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. ഇപ്പോൾ വാൽവെർദെ, തുഷമിനി, അതേപോലെ തന്നെ കമാവിംഗ, ബെല്ലിംഗം, ഇത്രയും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ളപ്പോൾ എന്താണ് ഇവരൊക്കെ ഇത്രയും പ്ലേയേഴ്സിന്റെ ഒപ്പം പോലും മോഡ്രിച്ചിന് പിടിച്ച് നിൽക്കാൻ ഭയങ്കര പണിയാണ്, ഭയങ്കര പണിയായിട്ടുള്ള സംഭവമാണ് ഈ 38 വയസ്സിലും. പക്ഷെ നമ്മൾ സ്ഥിരം പറയാനുള്ള സംഭവമാണ്, ഇപ്പോഴും എനിക്ക് ക്ലാസ് ഉണ്ട്. നമ്മൾ സ്ഥിരം പറയാനുള്ള എന്താണ് ക്ലാസ് ഈസ് പെർമനന്റ് ബട്ട് ഫോം ഈസ് ടെമ്പററി. അത് കറക്റ്റാണ്. ക്ലാസ് പെർമനന്റ് ആണ്. മോഡ്രിച്ചിന് എല്ലാ എപ്പോഴും ക്ലാസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫോം ഇപ്പൊ തൽക്കാലം എന്താണ് ഫോം മോഡ്രിച്ചിന് ക്ഷയിച്ചു പോയിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പറയുകയാണെങ്കിൽ ലൂക്ക മോഡ്രിച്ച് എന്താണ് റയൽ മാഡ്രിഡിന് ലോക ഫുട്ബോളിൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായിരിക്കും. പക്ഷെ ഡിഫൻഡർമാരിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. അങ്ങനെ ഒരു വ്യക്തി റൊണാൾഡോ, മെസ്സി ഏറയിൽ ബാൻഡോർ നേടിയൊരു വ്യക്തി, അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു വ്യക്തി ഈ പ്രായത്തിലും ഈ രീതി കളിക്കുന്നുണ്ട്. ഇപ്പോ കുറച്ചു പേര് ഫോം ഔട്ടാണെന്ന് കരുതി നമുക്ക് മൂപ്പരെ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള മാച്ചുകളിലൊക്കെ ഫോം കണ്ടെത്തി തിരിച്ചു വരാം, അതിനുള്ള സാധ്യതയുണ്ട്. ലൂക്ക മോഡ്രിച്ച് എന്നൊരു അത്രക്കും വേൾഡ് ക്ലാസ് പ്ലെയർ ആണ്. നമുക്കറിയാം 2018 ലൂക്ക മോഡ്രിച്ച് ഒറ്റക്ക് തന്റെ തോളിലേറ്റിട്ട് ഒറ്റക്കാണ് ആ ഒരു ടീമിനെ, ക്രൊയേഷ്യ പറഞ്ഞ ടീമിനെ വേൾഡ് കപ്പ് ഫൈനലിൽ എത്തിച്ചത്. അതാണ് ശ്രദ്ധിക്കരുത്. അപ്പോഴത്തെ ഇവാൻ റാക്കിറ്റിച്ചും മറ്റു പ്ലേയേഴ്സും ഒക്കെ ഉണ്ട്, ശരി, അംഗീകരിക്കുന്നു. ലൂക്ക മോഡ്രിച്ചിന്റെ പെർഫോമൻസ് എപ്പിക് ലെവലായിരുന്നു. ആ ഒരു കാര്യം ആരും മറന്നു പോകരുത്. ലൂക്ക മോഡ്രിച്ചും ആയാലും ടോണി ക്രൂസ് ആയാലും ഇവരൊക്കെ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആണ്. ഇപ്പോഴും അവരെ ക്ലാസ് അതുപോലെ തന്നെ ഉണ്ട്. എവിടൊക്കെ മിനിക്കാൽ പൊടിയിട്ടെടുത്തു കഴിഞ്ഞാൽ ഇനിയും തിളങ്ങാൻ പറ്റുന്ന പല ഭാഗങ്ങളുള്ള ഒരു സ്വർണത്തിന്റെ KGF പറഞ്ഞ സ്വർണത്തിന്റെ ചെമ്പ് ചില്ലറിട്ട വെച്ചിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർമാരൊരാളാണ് ലൂക്ക മോഡ്രിച്ച്. ഇപ്പോഴും ആ ക്ലാസ് ഉണ്ട്, ഇനിയും ലൂക്ക മോഡ്രിച്ച് തിളങ്ങാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.